തേർഡ് മോഡ്യൂളിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഇതിൻ്റെ ഡെറിവേഷന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിലിണ്ടറിക്കൽ എലമെന്റ്, ഈ ഒരു സിലിണ്ടറിന്റെ ഒരു ചെറിയൊരു പാർട്ട് കൺസിഡർ ചെയ്യുന്നു. അതിങ്ങനെ ഒരു സിലിണ്ടറിന്റെ ഒരു R റേഡിയസിലുള്ള ഒരു എലമെന്റൽ സിലിണ്ടറിക്കൽ എലമെന്റ് ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഒരു എലമെന്റ് ആണ് ഈ വരച്ചിട്ടുള്ളത്. അതായത് ഈ സെന്ററിൽ നിന്ന് R റേഡിയസിലും dr വിഡ്ത്തുള്ള ഒരു എലമെന്റ്, അതായത് ഇതിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ dr അല്ലെങ്കിൽ ഡെൽറ്റ ആർ, dr ഓൾ ഡെൽറ്റ ആർ എന്ന് എടുക്കാം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ ഡി തീറ്റ. ഓക്കെ, ഈ ഹൈറ്റ് ഡെൽറ്റ ഇസഡ്, ഹൈറ്റ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആയാലും ഡെൽറ്റ ഇസഡ്, ഇവിടെയും ഡെൽറ്റ ഇസഡ്. ഇങ്ങനെയുള്ള ഒരു എലമെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇക്വിലിബ്രിയം ഇക്വേഷനകത്ത് ഫോഴ്സ് ഇക്വിലിബ്രിയം ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയും വേണം. ക്ലാരിറ്റിക്ക് വേണ്ടി ആദ്യം എല്ലാ സർഫസിന്റെയും ഏരിയ ഒന്ന് മാറ്റി എഴുതാം. ഈ ഫേസിൽ ഈ ഒരു പോയിന്റിനെ എ എന്നും ബി സി ഡി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പോയിന്റുകളെ എ ഡാഷ്, എക്ക് ഓപ്പോസിറ്റ് വരുന്ന എ ഡാഷ്, ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ബി ഡാഷ്, സിക്ക് ഓപ്പോസിറ്റ് വരുന്ന സി ഡാഷ്, ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഡി ഡാഷ്. ഇനി ഓരോ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ഏരിയ എ ഡാഷ് ഡി ഡാഷ് ഡി, എ ഡാഷ് ഡി ഡാഷ് ഡി. ഇവിടെ ഒരു കർവ്ഡ് ആയിട്ട് വരുന്ന ഏരിയ, അതായത് സെൻറ്ററിലേക്ക് നോർമൽ വരുന്ന രീതിയിലുള്ള ഈ ഒരു ഏരിയ ആണ് എ ഡാഷ് ഡി ഡാഷ് ഡി എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇതുവരെയുള്ള റേഡിയസ് ആർ ആണ്, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ആർക്ക് ലെങ്ത് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു തീറ്റ. അപ്പോൾ ആർക്ക് ലെങ്ത്, ഈ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു തീറ്റയാണ്. ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ആയി. അപ്പോൾ റെക്ടാംഗിൾ പോലെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ്. ആ ഒരു ഏരിയ എത്രയാണ്? അവിടെയുള്ള സ്ട്രെസ് കമ്പോണൻസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ ഈ ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റേഡിയൽ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന സിഗ്മ ആർ ആർ, തീറ്റ ഡയറക്ഷനിലേക്ക് ടോ ആർ തീറ്റ, അതുപോലെ ഇസഡ് ഡയറക്ഷനിലേക്ക് ടോ ആർ ഇസഡ്. സ്ട്രെസ്സസ് എന്ന് പറയുന്ന ഏരിയ എ ഡാഷ് ഡി ഡാഷ് ഡിയിലുള്ളത് സിഗ്മ ആർ നോർമൽ സ്ട്രെസ്, ടോ ആർ തീറ്റ ഷിയർ കമ്പോണന്റ്, ടോ ആർ ഇസഡ് ഷിയർ കമ്പോണന്റ്. ഇനി ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയ എ ഡാഷ് ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഡാഷ് സി. ആ ഒരു ഏരിയ നോക്കാം. ഏരിയ ബി ഡാഷ് സി. ഇവിടെ ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ലെങ്തും വേണം, ഈ ഹൈറ്റ് വേണം. ഹൈറ്റ് ഡെൽറ്റ ഇസഡ് ആണ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു തീറ്റ, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതുവരെയുള്ള റേഡിയസ് ഇൻറ്റു തീറ്റ. അപ്പോൾ ഇതുവരെയുള്ള ടോട്ടൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ഡി ആർ, ആർ പ്ലസ് ഡെൽറ്റ ആർ. ഇവിടെ ആർ എന്ന് പറയുന്നത് ഈ എലമെന്റ് തുടങ്ങുന്ന വരെയുള്ള ഇതുവരെയുള്ള ലെങ്തും, ഈ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എലമെന്റിന്റെ ഈ ഒരു ലെങ്തുമാണ്. അപ്പോൾ ആർ പ്ലസ് ഡെൽറ്റ ആർ ആണ് ടോട്ടൽ റേഡിയസ്. ഇൻറ്റു ഡെൽറ്റ തീറ്റ ചെയ്താൽ ആർക്ക് ലെങ്ത് കിട്ടും. ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ഇസഡ്. അപ്പോൾ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ആ ഏരിയ എടുത്ത് സർഫസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് എടുത്ത ആ പോയിന്റിൽ സിഗ്മ ആർ ഉണ്ടായിരുന്നു. ഒരു ഡെൽറ്റ ആർ ഡിസ്റ്റൻസ് കഴിയുമ്പോഴേക്കും അതിനൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂ, ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ ആർ പ്ലസ് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ആർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഡോ ആർ ഓഫ് സിഗ്മ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഇതാണ് ഇവിടുത്തെ സിഗ്മ ആറിൻ്റെ വാല്യൂ. ഇതുപോലെ എല്ലാ സ്ട്രെസ് കമ്പോണൻസിനും ചേഞ്ച് വരും. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷിയർ കമ്പോണൻസിനും ചേഞ്ച് ഉണ്ടാവും. ആ ചേഞ്ച് ഇങ്ങനെ എഴുതാം. നോർമൽ സ്ട്രെസ് കമ്പോണന്റ് സിഗ്മ ആർ പ്ലസ് ഡോ ആർ ഓഫ് സിഗ്മ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. അതുപോലെ ടോ ആർ തീറ്റയ്ക്ക് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടോ ആർ തീറ്റ പ്ലസ് ഡോ ആർ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡെൽറ്റ ആർ. അതുപോലെ ടോ ആർ ഇസഡിൻ്റെ ചേഞ്ച് ടോ ആർ ഇസഡ് പ്ലസ് ഡോ ആർ ഓഫ് ടോ ആർ ഇസഡ് ഇൻറ്റു ഡെൽറ്റ ആർ. അടുത്ത സർഫസ് ഏരിയ ഡി ഡാഷ് സി ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്.
അതിൻ്റെ നോർമൽ പോകുന്നത് തീറ്റ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തീറ്റ ഡയറക്ഷനിലേക്ക് അവിടുത്തെ നോർമൽ സ്ട്രെസ് സിഗ്മ തീറ്റ തീറ്റ, ഷിയർ സ്ട്രെസ് കമ്പോണൻറ്റ് ടോ ആർ തീറ്റ ആൻഡ് ടോ ഇസഡ് തീറ്റ, ടോ തീറ്റ ഇസഡ് എന്ന് എഴുതാം. ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ആണ് അടുത്ത ഏരിയ. ഏരിയ എ ബി ബി ഡാഷ് എ ഡാഷ്, എ ബി എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നേരത്തെ എടുത്ത ഏരിയയിൽ നിന്ന് ഡെൽറ്റ തീറ്റ ഡിഫറൻസിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. അതായത് ഈ ഏരിയ ഒരു ഡെൽറ്റ തീറ്റ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ഏരിയ ആവും. അപ്പോൾ അവിടെ നിന്ന് ഈ സിഗ്മ തീറ്റയ്ക്ക് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ തീറ്റയും അതിന് വരുന്ന ചേഞ്ച് എന്താണ്? ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഓക്കെ, നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ സിഗ്മ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അതുപോലെ ടോ ആർ തീറ്റയ്ക്ക് വരുന്ന ചേഞ്ച് ടോ ആർ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അതുപോലെ ടോ ഇസഡ് തീറ്റ ചേഞ്ച് ചെയ്ത് ടോ ഇസഡ് തീറ്റ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ഇസഡ് തീറ്റ എന്നാവും. ഓക്കെ, ഇനി രണ്ട് സർഫസ് കൂടിയുണ്ട്. അടുത്ത ഏരിയ എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് ഏരിയ, ഈ ഒരു ഏരിയ എടുക്കാം. അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ അതിന് ഏരിയയ്ക്ക് ഒരു ചെറിയൊരു കാൽക്കുലേഷനിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് ഈ സെൻറ്റർ കൺസിഡർ ചെയ്യുക. ഈ സെൻറ്ററിൽ നിന്ന് സിമെട്രിക് ആയിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഏരിയ ഉണ്ട്. അതായത് ഈ കിട്ടുന്ന ഏരിയ കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ കിട്ടുന്ന ഏരിയ കട്ട് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റെക്റ്റാങ്കിൾ പീസ് പോലെ ആവും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു റെക്റ്റാങ്കിൾ പീസ് പോലെ ആവും. അങ്ങനെയാണെങ്കിൽ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ മതി. ഈ വിഡ്ത്ത് നമുക്കറിയാം, ഇത് ഡെൽറ്റ ആർ ആണ്. ഈ ലെങ്ത്, അതായത് ഇവിടെ ഒരു ആർ ഡെൽറ്റ തീറ്റയാണ് ഈ ഇനിഷ്യൽ ലെങ്ത്. ഈ ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇത് രണ്ടിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും. അപ്പോൾ സെൻറ്റർ വരെയുള്ള ഈ സെൻറ്ററിൽ വരുന്ന ആർക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള റേഡിയസ് എടുക്കുക, അതിനെ ഈ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അതുവരെയുള്ള റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആറാണ്. ബാക്കി വരുന്നത് എന്താണ്? ഡെൽറ്റ ആറിൻ്റെ പകുതി. അപ്പോൾ ഡെൽറ്റ ആർ ബൈ 2. അപ്പോൾ ടോട്ടൽ റേഡിയസ് ഈക്വൽ ടു ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് ഇൻറ്റു തീറ്റ ചെയ്താൽ ആർക്ക് ലെങ്തായി ഇൻറ്റു ഡെൽറ്റ ആർ ചെയ്താൽ ഏരിയ. ഇതാണ് ആ സർഫസിൻ്റെ ഏരിയ. ടോപ്പിലും ഇതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബോട്ടം സർഫസിനും സെയിം ഏരിയ ആയിരിക്കും. ഇവിടുന്ന് ഏരിയ ഈക്വൽ ടു ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡെൽറ്റ ആർ. അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് ഉണ്ട്, നോർമൽ സ്ട്രെസ് ആയിട്ട് സിഗ്മ ഇസഡ്. പിന്നെ വരുന്നത് എന്താണ്? ടോ ഇസഡ് ആറും ടോ ഇസഡ് തീറ്റയും. ഇനി അടുത്ത അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഡി ഡാഷ് സി ഡാഷ് ബി ഡാഷ് എ ഡാഷ്, അല്ലെങ്കിൽ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ ഇസഡിന് വരുന്ന ചേഞ്ച് സിഗ്മ ഇസഡ് പ്ലസ് ഒരു ഡെൽറ്റ ഇസഡ് ഡിസ്റ്റൻസ് കഴിയുമ്പോഴാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. അത് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് സിഗ്മ ഇസഡ് ഇൻറ്റു ഡെൽറ്റ ഇസഡ്. അടുത്തത് ടോ ഇസഡ് ആർ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ ഇസഡ് ആർ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. ടോ ഇസഡ് തീറ്റ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ ഇസഡ് തീറ്റ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. ഇത്രയാണ് ഈ സ്ട്രെസ്സിൽ വരുന്ന വേരിയേഷൻ. നമ്മൾ കൺസിഡർ ചെയ്ത 4 സർഫസിൻ്റെ ഏരിയയും അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കമ്പോണൻസുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഓരോ ഏരിയ. ഡി സി ഡി ഡാഷ് ഡി, ഇതിൻ്റെ ഏരിയ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്ന് ഡി സി സി ഡാഷ് ഡി എന്ന് പറഞ്ഞാൽ ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു സർഫസ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഡെൽറ്റ ഇസഡും ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആറുമാണ്. ഡയറക്റ്റ് ആയിട്ട് ഏരിയ ഈക്വൽ ടു ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. ഏരിയ ഈക്വൽ ടു ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്. ഇവിടെ ആ സർഫസായി. ഇനി ഇതിനകത്ത് ഇക്വിലിബ്രിയം
കൺസിഡർ ചെയ്യുക നെറ്റ് ഫോഴ്സ് ഇൻ ആർ ഡയറക്ഷൻ ഈക്വൽ ടു 0. അപ്പോൾ അതിന് ഒരു കാര്യം കൂടിയുണ്ട്, ബോഡി ഫോഴ്സ്. അപ്പം ബോഡി ഫോഴ്സ് ഇൻ ആർ ഡയറക്ഷൻ ഈക്വൽ ടു ബോഡി ഫോഴ്സ് പെർ യൂണിറ്റ് വോളിയം ഇൻ ആർ ഡയറക്ഷൻ ഈക്വൽ ടു ഗാമ ആർ എന്ന് എടുക്കാം. ടോട്ടൽ ബോഡി ഫോഴ്സ് ഇൻ ആർ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗാമ ആർ ഇൻറ്റു വോളിയം. അപ്പോൾ വോളിയം കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ എലമെന്റിന്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ഈ എലമെന്റിന്റെ ഏരിയ അറിയാം, ഇന്ന് സെന്ററിലുള്ള ആർക്കിന്റെ ലെങ്ത് ഇൻറ്റു ഈ ഡെൽറ്റ ആർ ആണ്. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇൻറ്റു ഡെൽറ്റ ഇസഡ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഗാമ ആർ ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്. ഇതാണ് ബോഡി ഫോഴ്സ് ഇൻ ആർ ഡയറക്ഷൻ. ഏരിയയും സ്ട്രെസ് കമ്പോണൻസുമായി. ഇനി ഇത് ഇക്വിലിബ്രിയം ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി നോക്കണം. ഈ ഒരു സർഫസ് നോക്കുക. സിഗ്മ തീറ്റയുടെ ഡയറക്ഷൻ, സിഗ്മ തീറ്റയും സിഗ്മ തീറ്റ പ്ലസ് ഡോ തീറ്റ ബൈ, നമുക്കിപ്പോൾ സിഗ്മ തീറ്റ എന്ന് മാത്രം എടുക്കാം. സിഗ്മ തീറ്റ ആൻഡ് സിഗ്മ തീറ്റ ഡാഷ്, അതിന് വന്ന ചേഞ്ച്. അപ്പോൾ ഇത് ഈ ഒരു സർഫസിന് നോർമൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു സർഫസിന് ഈ സ്ട്രെസ് ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഈ ആർ ഡയറക്ഷനിലേക്ക്, ആർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ആർ ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ ഡയറക്ഷൻ്റെ നോർമൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ബൈ 2 ആണ്. ഇത് ടോട്ടൽ ഡെൽറ്റ തീറ്റ ആണ്. ഈ ഒരു ഹാഫ് ഡെൽറ്റ തീറ്റ ബൈ 2 ഈ ആംഗിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. ഈ സിഗ്മ തീറ്റയെ ആർ ഡയറക്ഷനിലേക്കും പിന്നെ ഏതാണ് ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്കും റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആറിന് പെർപെൻഡിക്കുലർ ആയിട്ടും റിസോൾവ് ചെയ്യാം. ആർ ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണന്റ് ഇങ്ങോട്ടായിരിക്കും ആർ ഡയറക്ഷനിലേക്ക്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ തീറ്റ ഇൻറ്റു, ഇത് അഡ്ജസ്റ്റൻ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2. അതുപോലെ ഈ കമ്പോണന്റിനെയും ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തീറ്റ ബൈ 2. അപ്പോൾ ഇതിൻ്റെ കമ്പോണന്റ് ഇങ്ങോട്ട് തന്നെ വരും, സിഗ്മ തീറ്റ ഡാഷ് ഇൻറ്റു സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2. അപ്പോൾ ഇതുപോലെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ കമ്പോണന്റിനും ഈ ഒരു ചേഞ്ച് വരും. ഈ ഒരു ഫിഗറിൽ ഈ ഷിയർ കമ്പോണന്റ്, ഇപ്പോൾ ടോ ആർ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് ഈ സർഫസിന് പാരലായിട്ടാണ്, എഡ്ജിൽ വരുന്ന സർഫസിന്, അതായത് ഈ ഒരു സർഫസിലാണ് അത് ആക്ട് ചെയ്യുന്നതെങ്കിലും ആ സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഈ ആർ ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പോകും, അതായത് ആർ ഡയറക്ഷനുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ടോ ആർ തീറ്റ ഇവിടെ ഒരു മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഡെൽറ്റ തീറ്റ ബൈ 2. അപ്പോൾ ഇതിനെയും കമ്പോണന്റ് ആക്കണം. അപ്പോൾ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് ടോ ആർ തീറ്റ ഇൻറ്റു കോസ് ഡെൽറ്റ തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെയും അതുപോലെ ഉണ്ടാവും. ടോ ആർ തീറ്റ ഡാഷ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ടോ ആർ തീറ്റ ഡാഷ്, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ ബൈ 2. ആർ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ടോ ആർ തീറ്റ ഡാഷ് കോസ് ഡെൽറ്റ തീറ്റ ബൈ 2. അപ്പോൾ ഈ ഒരു ചേഞ്ചും കൂടി കൺസിഡർ ചെയ്യണം. ഇതിൽ റേഡിയൽ ഡയറക്ഷനിലേക്ക് വരുന്ന ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഏതാണ്? സിഗ്മ ആർ പ്ലസ് ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ ഇൻറ്റു ഡി ആർ. അതിനെ ആ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കമ്പോണന്റ് സിഗ്മ ആർ പ്ലസ് ഡോ സിഗ്മ ആർ ബൈ ഡി ആർ ഡോ ആർ ഇൻറ്റു ഡി ആർ, അല്ലെങ്കിൽ നമ്മളിവിടെ ഡെൽറ്റ ആർ എന്ന് എടുത്തോണ്ട് ഡെൽറ്റ ആർ എന്ന് കൊടുക്കാം, ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഏരിയ. ആക്ട് ചെയ്യുന്ന ഏരിയ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് ഏരിയ? ഈ കമ്പോണന്റ് ആണ് ആർ പ്ലസ് ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ പ്ലസ് ഡെൽറ്റ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു ഡെൽറ്റ ഇസഡ്. അടുത്ത അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് സിഗ്മ ആർ ഉണ്ട്, മൈനസ് സിഗ്മ ആർ ഇൻറ്റു ഇത് വരും ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ്. ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് ആണ്. ആ സിഗ്മ ആർ ആക്ട് ചെയ്യുന്ന പ്ലെയിനിലെ ഏരിയ, അതും ഇവിടെ നമ്മൾ ഡെറൈവ് ചെയ്തതായിരുന്നു, ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ്. ഇനി അടുത്ത കമ്പോണന്റ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്ന കമ്പോണന്റ് നോക്കാം. ഇനി ഇതിൽ ടോപ്പിലും ബോട്ടം സർഫസിലും വരുന്ന ആർ ഡയറക്ഷനിൽ വരുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ടോ ആർ ഇസഡ്, അതുപോലെ തന്നെ ടോ ആർ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ ആർ ഇസഡ് ഇൻറ്റു ഡെൽറ്റ ഇസഡും ഇവിടെ വരുന്നത് ടോ ആർ ഇസഡ്. ഈ രണ്ട് കമ്പോണൻറ്റുമാണ്
അതിനെ അതിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. അതുകൂടി ആഡ് ചെയ്യാം. പ്ലസ് ടോ ആർ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ ആർ ഇസഡ് ഇൻറ്റു ഡെൽറ്റ ഇസഡ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഏരിയ ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡെൽറ്റ മൈനസ് അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ടോ ആർ ഇസഡ് ഇൻറ്റു ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ. അപ്പോൾ മേളിലും താഴെയും പിന്നെ വരുന്ന ഏതാണ് സിഗ്മ ആർ ഡയറക്ഷനിൽ വരുന്ന സിഗ്മ കമ്പോണൻറ്റുമായി ഇനി രണ്ട് സർഫസിൽ വരുന്ന രണ്ട് സൈഡ് ഫേസിൽ വരുന്ന സ്ട്രെസ്സസ് ആണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് ഈ സിഗ്മ തീറ്റയെ റിസോൾവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക്. ഈ സിഗ്മ, അതായത് ഇങ്ങോട്ടുള്ള സിഗ്മ തീറ്റ റിസോൾവ് ചെയ്താലും ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ രണ്ട് കമ്പോണൻറ്റ്, അതായത് സിഗ്മ തീറ്റ പ്ലസ് ഡോ സിഗ്മ തീറ്റ ബൈ ഡോ തീറ്റയും ഈ സിഗ്മ തീറ്റയും ഈ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. ഇങ്ങോട്ട് വരുന്ന കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഏരിയ ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്, കാരണം സൈഡ് ഫേസിലാണ് ആക്ട് ചെയ്യുന്നത്. അടുത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കമ്പോണൻറ്റ് സിഗ്മ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സിഗ്മ തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു സൈൻ ഡെൽറ്റ തീറ്റ ബൈ 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്. ഇനി അടുത്തത് ആ സർഫസിൽ തന്നെ വരുന്ന ഷിയർ കമ്പോണൻ്റ് ആണ് ഈ ടോ ആർ തീറ്റ. അതിനെ ഇതുപോലെ റിസോൾവ് ചെയ്യണം. ടോ ആർ തീറ്റയുടെ ഡയറക്ഷൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ ആയിരിക്കും പോവുക. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ തീറ്റ ബൈ 2 ആയതുകൊണ്ട് ഇതിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും വരുന്നത്. അവിടെ നിന്ന് പ്ലസ് ടോ ആർ തീറ്റ ഇൻറ്റു ടോ ആർ തീറ്റ പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് ടോ ആർ തീറ്റ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഇൻറ്റു കോസ് ഡെൽറ്റ തീറ്റ ബൈ 2 അതിൻ്റെ കമ്പോണൻ്റ് ഇൻറ്റു ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്. ഇനി ഈ സൈഡിലുള്ള ടു ആർ തീറ്റ അത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അതിനെയും പ്രൊജക്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ടോ ആർ തീറ്റ ഇൻറ്റു കോസ് ഡെൽറ്റ തീറ്റ ബൈ 2 ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഏരിയ ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്. ഇനി ലാസ്റ്റ് കമ്പോണൻറ്റ് ഇതിൽ ആക്ട് ചെയ്യുന്ന ബോഡി ഫോഴ്സ് ആണ്. പ്ലസ് ഗാമ ആർ ഇൻറ്റു ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ 2 ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ്. ഇത് ടോട്ടൽ വോളിയമാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫിക്കേഷനായിട്ട് നമ്മൾ എടുക്കുന്നത് ആദ്യം ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് ഇത് എല്ലാ ടൈമിലും ഉണ്ട്. ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ തീറ്റ ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ് ഓൾ ടെൻഡിങ് ടു 0. ഈ ഫസ്റ്റ് ഈ ഒരു റോ ഇത് മാത്രം ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സിഗ്മ ആർ ഇൻറ്റു ആർ പ്ലസ് സിഗ്മ ആർ ഇൻറ്റു ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് പ്ലസ് സിഗ്മ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ്. അടുത്ത ടൈം എന്ന് പറയുന്നത് ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് പ്ലസ് ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ ഇൻറ്റു ഡെൽറ്റ ആർ സ്ക്വയർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് മൈനസ് സിഗ്മ ആർ ഇൻറ്റു ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ്. ഇവിടെ സിഗ്മ ആർ ഇൻറ്റു ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് ഈ ഒരു ടേമും ക്യാൻസൽ ആയി പോകും. ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ടേമും ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ്, ഇവിടെ നിന്നൊരു ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ്. ബാക്കി വരുന്നത് സിഗ്മ ആർ പ്ലസ് ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ ഇൻറ്റു ആർ പ്ലസ് ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ ഇൻറ്റു ഡെൽറ്റ ആർ. ഇനി ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തതിനകത്ത് ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ് ഡെൽറ്റ തീറ്റ ടെൻഡിങ് ടു 0. അപ്പോൾ 0 ആകുമ്പോഴേക്കും ഈ ടേം പോകും. ബാക്കി വരുന്ന ഏതാണ്? ഡോ ആർ ഇൻറ്റു ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ പ്ലസ് സിഗ്മ ആർ. ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്തിട്ട് കിട്ടുമ്പോഴേക്കും ഈ ഒരു ടേമാണ്. ഇതുപോലെ ഓരോ സ്റ്റെപ്സും ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ സിലബസിൽ പറയുന്ന സിമ്പിൾ ഡെറിവേഷൻസ് എന്നാണ്. അപ്പോൾ ഇതുവരെ ഇക്വേഷൻ എഴുതിയിട്ട്
ഈ കണ്ടീഷൻ എഴുതുക. ഡെൽറ്റ ആർ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് ആൻഡ് ഡെൽറ്റ ആർ ഡെൽറ്റ ഇസഡ് ഡെൽറ്റ തീറ്റ ടെൻഡിങ് ടു 0. ഇതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്സും കിട്ടും. അടുത്ത നേരെ കറക്റ്റായി ഡയറക്റ്റായിട്ട് ആൻസർ എഴുതുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സിഗ്മ ആർ ബൈ ഡോ ആർ പ്ലസ് ടോ ആർ ഇസഡ് ബൈ ഡോ ഇസഡ് പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ടോ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് സിഗ്മ ആർ മൈനസ് സിഗ്മ തീറ്റ ബൈ ആർ പ്ലസ് ഗാമ ആർ ഈക്വൽ ടു 0. അതുപോലെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ, അതായത് ഇൻ ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇൻ ഇസഡ് ഡയറക്ഷൻ ടോ ആർ ഇസഡ് ബൈ ഡോ ആർ പ്ലസ് ഡോ സിഗ്മ ഇസഡ് ബൈ ഡോ ഇസഡ് പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ടോ തീറ്റ ഇസഡ് ബൈ ഡോ തീറ്റ പ്ലസ് ടോ ആർ ഇസഡ് ബൈ ആർ പ്ലസ് ഗാമ ഇസഡ് ഈക്വൽ ടു 0. അതുപോലെ തീറ്റ ഡയറക്ഷനിലുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ടോ ആർ തീറ്റ ബൈ ഡോ ആർ പ്ലസ് ടോ തീറ്റ ഇസഡ് ബൈ ഡോ ഇസഡ് പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ സിഗ്മ തീറ്റ ബൈ ഡോ തീറ്റ പ്ലസ് ടോ ആർ തീറ്റ ബൈ ആർ പ്ലസ് ഗാമ തീറ്റ ഈക്വൽ ടു 0. ഇതാണ് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഇതിൻ്റെ ഫുൾ ഡെറിവേഷൻ, അതായത് ആ എക്സ്പാൻഷനും കൂടെ വേണമെങ്കിൽ ഇതിനെ കമൻറ്റ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. ആ ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്ത പോലെ ബാക്കിയുള്ള റോ എക്സ്പാൻഡ് ചെയ്യുക. ഡെൽറ്റ ആർ ഡെൽറ്റ തീറ്റ ഡെൽറ്റ ഇസഡ് ഡിവൈഡ് ചെയ്യുക. ഓൾ ടെൻഡിങ് ടു 0. ഈ ഫൈനൽ ഇക്വേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇൻ പോളാർ കോർഡിനേറ്റ്സ്.